പത്തനംതിട്ട കലഞ്ഞൂർ പാടത്ത് ഇരട്ടക്കൊലപാതകം. ഭാര്യയെയും സുഹൃത്തിനെയും യുവാവ് വെട്ടിക്കൊലപ്പെടുത്തി. പ്രതി ബൈജുവിന്റെ ഭാര്യ വൈഷ്ണവി, അയൽവാസി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണം. ഇന്നലെ രാത്രി ബൈജുവും വൈഷ്ണവിയും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണവി അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തി. പിന്നാലെ എത്തിയ ബൈജു കൊടുവാളുകൊണ്ട് വൈഷ്ണവിയെ വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച വിഷ്ണുവിനെയും പ്രതി ആക്രമിച്ചു. വിഷ്ണുവിനെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യേ മരിച്ചു. വിഷ്ണുവുമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഭാര്യയിലുള്ള സംശയവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് FIR-ൽ പറയുന്നത്. ഇവര് തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് ഏറെ അറിയാവുന്ന പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. ഈ ഇവിടുത്തെ അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്ത പൈസയുടെ കാര്യവും വിഷ്ണുവും ബൈജുവും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിഷ്ണുവും പ്രതി ബൈജുവും സുഹൃത്തുക്കളാണ്. ഒന്നിച്ച് ജോലിക്ക് പോയിരുന്ന ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൂട്ടുകാരൻ തന്നെയാണ്. ഇന്നലെ അവൻ എൻ്റെ കടയിൽ വരികയും ഇവർ രണ്ടുപേരുടെ ഇടിഞ്ഞാന്ന് വന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ്. വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ്. നമ്മുടെ നല്ല കൂട്ടുകാരാണ്. നല്ല യാതൊരു നമ്മളതിലും ഒരു വിഷയം ഒരൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിലും നല്ല സഹകരണമുള്ള പിള്ളേരാണ്. പ്രതി ബൈജുവും വൈഷ്ണവിയും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇരുവരുടെയും മൃതദേഹങ്ങൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നറിയാൻ DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തും. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് വണ്ടാഴിയിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവിന്റെ ആത്മഹത്യ. വണ്ടാഴി ഏറാട്ടുകുളമ്പ് സ്വദേശി കൃഷ്ണകുമാറാണ് സ്വയം വെടിയുതിർത്ത് മരിച്ചത്. കോയമ്പത്തൂരിലായിരുന്ന ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ വടക്കാഞ്ചേരിയിലെ തറവാട്ട് വീട്ടിൽ എത്തുകയായിരുന്നു. സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. വീടിന്റെ മുറ്റത്താണ് കൃഷ്ണകുമാറിനെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. എയർഗണിൽ നിന്ന് സ്വയം വെടിയുതിർത്തു എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളും SSLC പരീക്ഷ എഴുതി. പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെ വെള്ളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുന്നിൽ രാവിലെ മുതൽ പ്രതിഷേധ പരമ്പര അരങ്ങേറി. പ്രതിഷേധം കണക്കിലെടുത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കുകയായിരുന്നു. രാവിലെ 6:30 KSU പ്രവർത്തകരാണ് പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. പ്രധാന കവാടത്തിൽ പ്രവർത്തകരെ തടഞ്ഞ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് MSF പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പലതവണ പ്രതിഷേധവുമായെത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മതിലെടുത്ത് ചാടി ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ കോമ്പൌണ്ടിൽ കടന്നു. കേസിൽ പ്രതികളായവർ പരീക്ഷ എഴുതുന്ന ഹാളിലെത്താനായിരുന്നു ശ്രമം. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MSF പ്രവർത്തകരും കോമ്പൌണ്ടിനുള്ളിൽ കടന്ന് പ്രതിഷേധമുയർത്തി. പ്രതിഷേധിക്കാനെത്തിയ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. പ്രതിഷേധം കണക്കിലെടുത്താണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ട കുട്ടികളെ താമരശ്ശേരിയിലേക്ക് പരീക്ഷ എഴുതാൻ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് മുൻപിലേക്കും പ്രതിഷേധം ഇരമ്പിയതോടെ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ പുറത്തിറക്കേണ്ട എന്ന് അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്നാണ് ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ തന്നെ ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത്. ന്യൂസ് 18 കോഴിക്കോട്.